ഹലോ, വെൽക്കം ടു ടേസ്റ്റി ഡിഷ്. ഞാൻ ഇന്നിവിടെ ഒരു അടയാണ് ഉണ്ടാക്കാൻ പോകുന്ന ഇലയുടെയാണ്. അപ്പോൾ നമ്മളെല്ലാവരും ഇലയുടെ വീട്ടിലുണ്ടാക്കലുണ്ട്. പക്ഷേ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് മാവ് കുഴയ്ക്കൊന്നും ചെയ്യാതെ തന്നെ ഒരു എളുപ്പത്തിലൊരു അട എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോ ആണ് കേട്ടോ. അതും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള, നിങ്ങൾക്ക് കണ്ടാൽ തന്നെ വീഡിയോ കണ്ടാൽ തന്നെ അറിയാം അടിപൊളി അടയാണ്. നല്ല നൈസായിട്ടുള്ള അട എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വീഡിയോയിലാണ്. നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അട ഉണ്ടാക്കും ചെയ്യാം കേട്ടോ. അധികം ടൈമൊന്നും ഇല്ലാതെ തന്നെ പെട്ടെന്ന് നമുക്ക് അട ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതിനായിട്ട് ഫില്ലിങ്ങിന് നമുക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാളികേരമാണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്ര നാളികേരം വേണമെന്ന് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനൊരു 1.5 മുറി നാളികേരം ഇവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ചിരവി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്താൽ അതിനേക്കാളും നല്ല ചിരവി എടുക്കുന്നത് തന്നെയാണ് കേട്ടോ നാളികേരം. അതുപോലെ ഞാൻ ഇത് ചിരവി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇടാൻ പോകുന്നത് ശർക്കരപ്പൊടിയാണ് കേട്ടോ. നിങ്ങൾക്ക് ശർക്കരപ്പൊടി ഇല്ലെങ്കിൽ ശർക്കര നല്ല ചീകിയിട്ട് അത് ഇട്ടാലും മതി. അല്ലെങ്കിൽ നിങ്ങൾ ശർക്കര കല്ലുള്ള ശർക്കരയ്ക്കാണെങ്കിൽ നന്നായിട്ടൊന്ന് ഉരുക്കിയിട്ട് ഒഴിച്ചാലും മതി കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് ശർക്കരപ്പൊടിയാണ് ഇവിടെ ഇടുന്നത്. ഇവിടെ നിന്ന് നല്ല ഒരു ക്വാളിറ്റി ഉള്ള ശർക്കരപ്പൊടി ആയതുകൊണ്ട് മണ്ണും കല്ലൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡയറക്റ്റായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ ശർക്കര ആണെങ്കിൽ അരിച്ചിട്ട് ഒഴിക്കുക കേട്ടോ, ശർക്കര പാവാണെങ്കിൽ. അപ്പം നമ്മൾ ഇതിലേക്ക് ശർക്കര ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ഏലക്കാപ്പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഏലക്കാപ്പൊടിയും പഞ്ചസാരയും കൂടി മിക്സ് ചെയ്തിട്ട് മിക്സിയിൽ അടിച്ചിട്ട് ഇതിൽ ഇട്ട് പൗഡറാക്കിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. അധികം ഫില്ലിങ്ങിന് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ച് ജീരകം കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് സ്കിപ്പായി പോയതാണ് കേട്ടോ, വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ്. അപ്പോൾ കുറച്ച് ജീരകം കൂടി വേണമെന്നുണ്ടെങ്കിൽ ടേസ്റ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് അത് സ്കിപ്പ് ചെയ്യാം. അപ്പോൾ അതും കൂടി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ. ഇതുപോലെ ഇത് ഫില്ലിങ് ഞാനൊരു പെട്ടെന്നുള്ളൊരു ഫില്ലിങ്ങാണ് റെഡിയാക്കിയത്. നിങ്ങൾക്ക് ഇനി ഇത് ഇങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ ശർക്കര ഉരുക്കിയിട്ട് അതിലേക്ക് നാളികേരം ഇട്ടിട്ട് നന്നായിട്ട് ഏലക്കാപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് ജീരകമൊക്കെ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് അങ്ങനെ ചെയ്താലും ഫില്ലിങ് എങ്ങനെ വേണമെങ്കിൽ റെഡിയാക്കാം കേട്ടോ. ഞാൻ സിമ്പിളായിട്ടുള്ളൊരു ഫില്ലിങ്ങാണ് റെഡിയാക്കിയിട്ട് ഇനി വേണമെന്നുള്ളവർക്ക് ഒരു സ്പൂണ് നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അടുത്തതായി നമുക്ക് ഈ അടയിലേക്കുള്ള മാവാണ് ഇവിടെ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ഞാനിവിടെ ഗോതമ്പിൻ്റെ അടയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഗോതമ്പ് പൊടിയാണ് ഇവിടെ എടുക്കുന്നത്. 1.5 കപ്പോളം ഗോതമ്പ് പൊടി ഇവിടെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇടുക കേട്ടോ. ഗോതമ്പത്തിന് ആവശ്യത്തിന് ഉപ്പ് ഇടുക. ഇനി ഞാനിവിടെ ഇടാൻ പോകുന്നത് ചെറിയൊരു മധുരത്തിന് വേണ്ടി കുറച്ച് ശർക്കരപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ചെറിയൊരു നേർമയൊരു മധുരം മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി അട നല്ല മധുരത്തിലൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ശർക്കരപ്പൊടി ഇട്ടിട്ട് ഈ മാവിൽ അങ്ങോട്ട് കുഴച്ചിട്ട് നന്നായി എടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ട് കുഴച്ചെടുക്കുകയൊന്നും വേണ്ട, സ്പൂൺ വെച്ചിട്ട് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് മാവ് പോലെ ആക്കിയെടുക്കാം. അപ്പോൾ ഇത് ഞാനിതുപോലെ ചെയ്തെടുക്കുക. കുറേശ്ശെ വെള്ളം ഒഴിക്കുക കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ട് എടുക്കരുത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കുന്നത്, ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ ആവശ്യത്തിന് മധുരം ഇട്ടാൽ ആ അട കഴിക്കുമ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും. അപ്പോൾ ഞാൻ അത്ര മധുരം എടുത്തിട്ടില്ല എന്നേ ഉള്ളൂ. മധുരമൊക്കെ കുഴപ്പമില്ലാത്തവർക്ക് നന്നായിട്ട് ശർക്കരയുടെ പൊടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇത്ര ലൂസ് മതി. ഒരുപാട് ലൂസായിട്ട് നമ്മളെ ദോശമാവിൻ്റെ ആ ഒരു രൂപത്തിലൊന്നും കിട്ടണ്ട, കുറച്ച് കട്ടിക്ക് വേണം. എന്നാലേ നമുക്ക് ഇത് ഇലയിൽ പരത്തിയിട്ട് ഒലിച്ചു പോവാതിരിക്കാനാണ് ഇത്ര കട്ടിക്ക് പരത്തിയാൽ മതിയെന്ന് ഞാൻ കുഴച്ചാൽ മതി എന്ന് പറയുന്നത്. അപ്പോൾ ഏകദേശം നമുക്ക് മാവ് റെഡി ആയിട്ടുണ്ട്. ഇത്ര മതി കേട്ടോ. ഇനി നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് ഇല ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊരു കുറച്ച് എണ്ണ അതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് അട പെട്ടെന്ന് ഇലയിൽ നിന്ന് വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് എണ്ണ ഒഴിച്ചിരുന്ന് ജസ്റ്റ് ഒന്ന് ഇതാക്കി. ഇനി നമുക്ക് ഇതുപോലൊരു തവി വേണം. ആ തവി ഇതുപോലെ എണ്ണ തവീൻ്റെ ബാക്കിൽ ഇങ്ങനെ ഒന്ന് മുക്കണം. കാരണം എന്തിനാണെന്ന് വെച്ചാൽ നമുക്കിത് പരത്തിയെടുക്കാൻ വേണ്ടിയിട്ട് അത് കാണിച്ചു തരാം. അപ്പം മാവ് ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തവിയിൽ ബാക്കിലൊന്ന് എണ്ണ ഞാൻ മുക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മാവ് എടുത്തിട്ട് കോരിയിട്ട് ഈ ഇലയിലേക്കാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആവശ്യമുള്ള മാവ് മാത്രം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ ചെറിയ വാഴേൻ്റെ ഇലയാണ് കിട്ടിയത്. നിങ്ങൾക്ക് വലിയ വാഴേൻ്റെയൊക്കെ ഇലയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് നന്നായി വലിയ അട തന്നെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഒരു 2 ചെറിയ സ്പൂണ് പോലത്തെ ഒരു കയ്യിലാണ് ഉപയോഗിച്ചത്. അതിൽ കുറച്ച് നമ്മൾ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരുപാട് കട്ടിക്ക് പാടില്ല, കുറച്ച് നേർമേൽ തന്നെ മതി. കാരണം അത് ഓട്ടയൊന്നും ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് കുറച്ച് മാവ് ഇതുപോലെ നമ്മൾ ദോശയൊക്കെ പരത്തുന്ന പോലെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ.
എന്നിട്ട് ഇതുപോലെ പരത്തി കൊടുക്കുക. വളരെ എളുപ്പത്തിൽ ഈ അട ഉണ്ടാക്കി കഴിയും. പെട്ടെന്ന് നമുക്ക് ചായക്കൊന്നും പലഹാരമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും, ഉണ്ടാക്കിയെടുക്കാം. നമ്മളിത് 2 വിധത്തിൽ ഗോതമ്പത്തിൻ്റെ അട ഉണ്ടാക്കാം. ചപ്പാത്തി പോലെ പരത്തിയിട്ട് ഇലയിൽ വെച്ച് മടക്കിയിട്ട് ഉണ്ടാക്കാം, ഇതുപോലെ ഉണ്ടാക്കാം കേട്ടോ. അപ്പോൾ ഇത് എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നതാണ്. നല്ല ടേസ്റ്റാണ്, നല്ല സോഫ്റ്റുമാണ്. അപ്പോൾ നമുക്ക് ഈ ഫില്ലിങ്ങും കൂടി ഇതിലേക്ക് ഇനി വെച്ച് കൊടുക്കാം. അപ്പോൾ ഫില്ലിങ് ഞാൻ ശർക്കര ഇട്ടതുകൊണ്ട് തന്നെ ശർക്കരയൊക്കെ നന്നായിട്ടൊന്ന് അലിഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഈ നാളികേരമൊക്കെ നന്നായിട്ടൊന്ന് കുറച്ച് ചുരുങ്ങിയ പോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഫില്ലിങ് ഇതുപോലെ ഒരു സൈഡിലേക്ക് മാത്രം വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ അടയിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് മടക്കിയെടുക്കുക. വലിയ പണിയൊന്നുമില്ല. അട ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഞാൻ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കുഴച്ചുണ്ടാക്കാത്ത അടയാണ് ഇത് ഉണ്ടാക്കിയത്. അതുകൊണ്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയും കഴിയുന്നതുകൊണ്ടാണ് ഞാനിതൊരു വീഡിയോ ഇട്ടത്. ഇനി നമ്മൾ ഇത് ഇങ്ങനെ തന്നെ നമ്മൾ ആവിക്ക് വെച്ച് എടുത്താലും ഒന്നും ആവില്ല. ഇനി വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലൊന്ന് ജസ്റ്റ് ഒന്ന് മടക്കി കൊടുക്കാം. ഇത് ഞാൻ ചെറിയ വാഴേൻ്റെ ഇലയായതുകൊണ്ട് എനിക്ക് മടക്കാനുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ വാഴേൻ്റെ ഇലയൊക്കെയാണെങ്കിൽ 2 ഭാഗവും നന്നായിട്ട് മടക്കിയിട്ട് വെക്കാം കേട്ടോ. അപ്പം ഇത് പക്ഷേ മാവ് പുറത്തേക്കൊന്നും അങ്ങനെ പോകുന്നില്ല. ഇനി അടുത്തതൊന്നും കൂടി കാണിക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് ഇലയിലൊന്ന് ഇതുപോലെ കൈവച്ച് അങ്ങനെ ഇതാക്കിയിട്ട് നമ്മൾ മാവ് ആവശ്യത്തിന് എടുക്കുക കേട്ടോ. അപ്പോൾ നേരത്തെ ഒഴിച്ച മാവ് അത്രയ്ക്ക് ഞാൻ എടുത്തിട്ടില്ല, കുറച്ച് കുറവാക്കിയിട്ട് എടുത്തത്. അപ്പോൾ നമുക്ക് ഒഴിക്കുമ്പോൾ തന്നെ അറിയാം മാവ് വേണോ അല്ലെങ്കിൽ കൂടുതലാണോ എന്നൊക്കെ നമുക്ക് ആദ്യത്തെ പ്രാവശ്യം തന്നെ ഒഴിക്കാൻ മനസ്സിലാവും. പിന്നെ നമ്മൾ ഈ എണ്ണയിൽ മുക്കിയ കയ്യിലോണ്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ ഹോൾസ് ഇല്ലാണ്ട് നമുക്കിതുപോലെ പരത്തിയെടുക്കാം. കണ്ടോ, ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ അങ്ങോട്ട് പരത്തുക. എന്നിട്ട് ഇതുപോലെ ഫില്ലിങ് വെക്കുക. ഫില്ലിങ് നമുക്ക് ഒരുപാട് വിധത്തിൽ നിങ്ങൾക്ക് ഫില്ലിങ് ഉണ്ടാക്കാം കേട്ടോ. ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ഫില്ലിങ് ഉണ്ടാക്കുക, അത് ഞാൻ വേറൊരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അതുപോലെ ഫില്ലിങ് ഉണ്ടാക്കുക. ഫില്ലിങ്ങൊക്കെ നമ്മൾ ടൈമിനനുസരിച്ച് ഫില്ലിങ് ഉണ്ടാകും. ഇതിപ്പോൾ പെട്ടെന്ന് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഫില്ലിങ്ങാണ് ഞാനിവിടെ ഉണ്ടാക്കി കാണിച്ചിരുന്നത്. ഇത് ശർക്കരപ്പാവിൽ നാളികേരവും പിന്നെ നമ്മളെ ക്യാരറ്റ് എല്ലാം ഇട്ടിട്ട് ഒന്ന് വഴറ്റി അണ്ടിപ്പരിപ്പ് മുന്തിരിയും നമ്മൾ എല്ലാ നട്ട്സൊക്കെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വിശദമായിട്ടൊന്ന് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. ഫില്ലിങ് അതൊക്കെ നമ്മൾ ഇഷ്ടം പോലെ ഫില്ലിങ് ഉണ്ടാക്കിയെടുക്കാം. ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഫില്ലിങ്ങാണ്. ഇതുപോലെ വെച്ച് പക്ഷേ ഈ ഫില്ലിങ് വെച്ചിട്ട് നല്ല ടേസ്റ്റ് ഇട്ടിട്ട് അടയ്ക്ക് നല്ല രുചിയാണ്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കിയാലും മതി. നമുക്ക് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് സ്കൂളിലേക്കൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാണ്ട, അവർ കഴിച്ചോളും. നല്ല സോഫ്റ്റുമാണ്. സാധാരണ നമ്മൾ ഗോതമ്പത്തിൻ്റെ ചില അട കുറച്ച് റഫായിട്ട് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് കുറച്ച് കട്ടിക്കാവും. ഇത് നല്ല നൈസായിട്ടുള്ള അടയായതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനും വലിയവർക്ക് കഴിക്കാനൊക്കെ നല്ല എളുപ്പത്തിൽ കഴിക്കാം. അപ്പോൾ നമ്മളിതെല്ലാം ഒന്ന് ആവിക്ക് വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് അത് ആവിയേറ്റി എടുക്കാം കേട്ടോ. അപ്പോൾ ആവിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ട, ഇലയൊക്കെ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് എടുത്ത് തണുക്കാൻ വെക്കണം കേട്ടോ. തണുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇലയിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് എടുക്കാൻ പറ്റുള്ളൂ. അതിനായിട്ട് ഇതൊന്ന് ഫാനിൻ്റെ ഒന്ന് തണുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതൊന്ന് എടുക്കാം. അപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം ഒരു പ്ലേറ്റിലേക്ക് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതുപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മളിവിടെ അധികം ആവിക്ക് വെച്ച് പലഹാരമോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും അധികം കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ഉണ്ടാവുന്നത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ എണ്ണയിൽ ഇട്ട പലഹാരം കഴിയതും കുറയ്ക്കുന്നതാണ് നമുക്ക് നല്ലത്. അപ്പോൾ അങ്ങനെ തീരെ ഉണ്ടാക്കില്ല എന്നല്ല, എപ്പോഴെങ്കിലുമൊക്കെ എണ്ണയിലുള്ള പലഹാരം ഉണ്ടാക്കും. കഴിയുന്നത് നമുക്ക് ആവിക്ക് വെച്ച പലഹാരമൊക്കെ ഉണ്ടെങ്കിൽ അതന്നെ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ അധികം ഇങ്ങനത്തെ ഒരുപാട് ഇങ്ങനത്തെ ഓരോ വിധം പലഹാരങ്ങളൊക്കെ ആയിട്ടാണ് കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. പക്ഷേ ഇതൊക്കെ കുട്ടികൾ കഴിച്ചോളും. നല്ല ടേസ്റ്റൊക്കെ ആയതുകൊണ്ട് നമ്മളത് കഴിച്ചോളും. അരി വെച്ചിട്ടും ഒക്കെ ഉണ്ടാക്കുന്ന അടയാണ്. സേമിയേൻ്റെ അട ഞാനിവിടെ ഇതിൽ വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളൊന്ന് കയറി കാണാൻ നല്ല ടേസ്റ്റാണ് സേമിയേൻ്റെ അടയും. അപ്പം നിങ്ങൾക്ക് ഇതുപോലെ നൈസായിട്ടുള്ള അടയാണ് നമുക്ക് ഇതുപോലെ കിട്ടിയത്. തുറക്കുമ്പോൾ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അട. അടുത്തത് ഞാൻ തുറന്ന് നോക്കുകയാണ്. കണ്ടോ, അടിപൊളി അടയാണ്. നമ്മൾ എടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കണ്ടാലറിയാം നല്ല സോഫ്റ്റാണ്. ഇതൊന്ന് നമുക്ക് കട്ട് ചെയ്തിട്ട്
വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കണമെങ്കിൽ കട്ട് ചെയ്ത് കൊടുക്കാം ഇലയിൽ നിന്ന് എടുത്തിട്ട്, അല്ല ഇലയോട് കൂടി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഇലയോട് കൂടി കഴിക്കാം. എങ്ങനെ നമ്മൾ ഇഷ്ടം പോലെ നമുക്ക് കഴിക്കാം. പക്ഷേ അതിൻ്റെ ആ ഉള്ളിലുള്ള ഫില്ലിങ് വരെ പുറത്തേക്ക് കാണുന്നുണ്ട്. അത്രയും നമ്മളെ മാവിൻ്റെ ഉള്ളിൽ കൂടെ കാണുമ്പോൾ അത്രയും നൈസായിട്ടുള്ള ഒരു അട തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യാം കേട്ടോ. എല്ലാ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.